ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർട്ടി വെൽക്കം. ഒരു ദിവസത്തിലെ തന്നെ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്. പക്ഷെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ രാവിലെ 5 മണിക്കൊക്കെ എണീച്ച് ജിമ്മിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എണീച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ എനിക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ എൻ്റെ ഷെഡ്യൂളൊക്കെ ആകെ താളം തെറ്റിയിരിക്കുകയാണ്. അപ്പം അതൊന്ന് റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആദ്യ പടിയായിട്ട് ഒരു 6:30 എണീച്ച് ഒരു 7 മണിയോടെ ജിമ്മിൽ പോവുക എന്നുള്ളൊരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. നമ്മളിങ്ങനത്തെ പുതിയ ഹാബിറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഉള്ളത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം കുറച്ച് എനർജി കുറവാണെങ്കിലോ കുറച്ച് മടി കൂടുതലാണെങ്കിലോ മറ്റേയാൾക്കൊന്ന് പുഷ് ചെയ്യാൻ പറ്റുമല്ലോ. എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറാണ് ഇതേ കിടന്നുറങ്ങുന്നത്. ആശാൻ രാവിലെ ജിമ്മിൽ വരാമെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അവന് ചെറുതായിട്ട് ഷോൾഡറിനൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജിമ്മിൽ പോയപ്പോൾ. അപ്പോൾ അവൻ കൈമടക്കി. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് ജിമ്മിൽ പോകണം. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഭയങ്കര മഴയൊന്നുമില്ല, പക്ഷേ നല്ല തണുപ്പൊക്കെ ആയിട്ട് രാത്രിയൊക്കെ മഴ പെയ്ത് അന്തരീക്ഷമൊക്കെ നല്ല തണുത്തിരിക്കുകയാണ്. പുതപ്പൊക്കെ മൂടി പുതച്ച് കിടക്കാൻ പറ്റിയ ക്ലൈമറ്റ്. സത്യം പറയാലോ, ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാനുണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ജിമ്മിൽ പോവില്ലായിരുന്നു. ഞാൻ കുറേ നേരം ആലോചിച്ചു. ഞാൻ ഓൾമോസ്റ്റ് തിരിച്ച് കിടന്നു. പക്ഷേ സിൻസ് ഐ ഹാഡ് ടു ക്യാപ്ചർ മൈ ഡേ, പിന്നെ ജിമ്മിൽ പോകുന്നത് ഇപ്പം എൻ്റെ ദിവസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആണ് എന്നുള്ളതും കൊണ്ടുകൂടെ ഞാൻ മഴേനെ മാറ്റി നിർത്തി ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. സാധാരണ ഞാനൊരു പഴമാണ് കഴിക്കാറ് പ്രീ വർക്കൗട്ട് മീലായിട്ട്. പക്ഷെ ഇന്ന് പഴം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ബ്രെഡും പീനട്ട് ബട്ടറും കഴിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് പഴം തിന്നു മടുത്തു കേട്ടോ. അതുപോലെ മുട്ടയും. എൻ്റെ അമ്മ, ഈ ജിമ്മിൽ പോണ ആൾക്കാരെ സമ്മതിക്കണം. എത്ര മുട്ടയാ കഴിക്കണ്ടേ. രാവിലെ എണീച്ച് ഷടപടയെന്ന് റെഡി ആയിട്ട് പോകാനുള്ള സമയമുള്ളൂ കേട്ടോ. പക്ഷെ ഇന്ന് എനിക്ക് കുറച്ച് മടി കൂടുതലായതുകൊണ്ട് അതിനെ ആലോചിച്ച് കുറച്ച് ബുക്കൊക്കെ വായിച്ചിരുന്നേ ഉള്ളൂ. ജിമ്മ് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. 1 കിലോമീറ്റർ പോലും ഇല്ല, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. പക്ഷേ ഇന്ന് മടി മൂർധന്യാവസ്ഥയിലാണ്. എൻ്റെ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എന്നെ തേച്ചു. ഓൾസോ മഴയുണ്ട്, അതുകൊണ്ട് ഞാൻ ഓട്ടോ വിളിച്ചാണ് പോയത്. ഇന്നൊരു ഫുൾ ബോഡി വർക്കൗട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഡെഡ് ലിഫ്റ്റിൽ തുടങ്ങി പുഷപ്പിലേക്ക് നീങ്ങി പിന്നെ കുറച്ച് കസരത്തുകളൊക്കെ കാണിച്ച് തിരിച്ച് വീട്ടിൽ വരണം. അതാണ് പ്ലാന്. ഇന്നൊരു മഴ ദിവസം തന്നെയാന്ന് തോന്നുന്നു. ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും നല്ല മഴയാണ്. ഊബർ എടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് കൗണ്ട് കൂടുമല്ലോ എന്ന് വിചാരിച്ച് നീട്ടി അങ്ങോട്ട് നടന്നു. ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്കും മിസ്റ്റർ ആനന്ദക്കുട്ടൻ എണീച്ചിട്ടേ ഉള്ളൂ കേട്ടോ. എന്നാൽ പിന്നെ അവൻ റെഡി ആവട്ടെ, നമുക്ക് ഷടപടയെന്ന് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം. ഡിസിഷൻ ഫെറ്റീഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എവിടെ നിന്ന് ചെയ്യണം, ആര് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നമുക്കുണ്ടാവുന്നൊരു ക്ഷീണമില്ലേ, അതാണ് ഡിസിഷൻ ഫെറ്റീഗ്. അപ്പോൾ ഈ ഒരു കാര്യം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പല മഹാന്മാരും സെയിം കളർ ഡ്രസ്സ് ഇടുക, സെയിം ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവരുടെ ജീവിതത്തിൽ. അവരങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് അവർക്ക് കൊടുക്കേണ്ടുന്ന എനർജി വളരെ കുറവായിരിക്കും. അപ്പോൾ ആ എനർജി സേവ് ചെയ്തുകൊണ്ട് അവർക്ക് മറ്റ് പല കാര്യങ്ങളിലേക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഞാനൊരു മഹാനൊന്നുമല്ല, പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു കാര്യമാണ് സെയിം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് വേണം, എങ്ങനെ വേണം, അങ്ങനത്തെ ഡൗട്ടുകളൊന്നും എനിക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ റാഗി സ്മൂത്തി അല്ലെങ്കിൽ ഓട്സ് സ്മൂത്തി. കൺഫ്യൂഷനൊന്നും ഇല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മീനവയിൽ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരട്ടെ. 2 കൊല്ലം മുന്നേ ഞാൻ ഹൈദരാബാദായിരുന്നു കേട്ടോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചൊരു റാപ്പ് ഡ്രസ്സാണ്. അവൾ സെലക്ട് ചെയ്ത് തന്നതായിരുന്നു.
പക്ഷെ എന്ത് കാര്യം കൊണ്ടോ ഞാനത് കുറച്ച് കാലമായിട്ട് ഇടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്ന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതിട്ടപ്പോൾ എൻ്റെ മസിലൊക്കെ വളർന്നുണ്ടെന്ന് തോന്നുന്നു. കൈയൊക്കെ വളരെ കൃത്യമായിട്ടാണ് നിൽക്കുന്നത്. സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഇത്രയും ലേറ്റ് ആവാറില്ല. ഒരു മാക്സിമം 10 മണിയാകുമ്പോൾ തന്നെ ഓഫീസിലെത്താനാണ് ഞാൻ ശ്രമിക്കാറ്. പക്ഷേ ഇന്ന് പറഞ്ഞല്ലോ, കുറച്ച് മഴയും മടിയും ജിമ്മിൽ പോക്കൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി. വേഗം റെഡി ആയിട്ട് ഇറങ്ങട്ടെ. മഴയാണ് കേട്ടോ ഇന്നത്തെ തീം. അതുകൊണ്ട് തന്നെ എനിക്ക് നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ മിസ്റ്റർ ആനന്ദക്കുട്ടൻ ഇന്ന് എൻ്റെ ഊബർ ഡ്രൈവർ ആകാമെന്ന് ഓഫർ ചെയ്തു. ഞാൻ നിരസിച്ചില്ല. നല്ലൊരു ഓഫറല്ലേ, മഴ നനയാതെ ഓഫീസിലെത്താലോ. എനിക്ക് ഓഫീസിൽ പോകാൻ നല്ല മടിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമല്ല. ഇന്ന് എനിക്ക് ആ ജിമ്മിൽ പോയി വന്നതിൻ്റെ ഉഷാറുണ്ട്, അതിലിങ്ങ് പോന്നു പോയതാണ്. പക്ഷെ അല്ലാണ്ട് എനിക്ക് നല്ല മടി വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ഭംഗിയായിട്ട് ഒരുങ്ങും, നല്ല ഉടുപ്പിടും, ഇസ്തിരി ഇട്ടിട്ട് ഉടുപ്പിടും, നല്ല ലിപ്സ്റ്റിക്കൊക്കെ ഇടും, കണ്ണൊക്കെ എഴുതി ആക്സസറീസ് ഒക്കെ ഇടുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നും. അപ്പോൾ ആ ഭംഗിയിൽ എവിടെയെങ്കിലും പോകണം തോന്നും. ആ പോക്ക് ഞാൻ ഓഫീസിലേക്ക് ആക്കും. എൻ്റെ ഓഫീസ് ഞങ്ങൾക്ക് തരുന്നൊരു പുഷ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ലഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടിയും ലഞ്ച് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടും ഞാൻ ഓഫീസിലേക്ക് വരാറുണ്ട് കേട്ടോ ചില ദിവസം. നമ്മളിങ്ങനെ മണിക്കൂറുകളോളം ഇരുന്ന് വർക്ക് ചെയ്യാൻ ഇവോൾവ് ചെയ്ത ബോഡി അല്ലല്ലോ. അതുകൊണ്ട് ലഞ്ച് കഴിഞ്ഞിട്ട് ഞാനൊരു 10-15 മിനിറ്റ് ഒരു വാക്കൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ വർക്കിന് കയറാറുള്ളൂ. വീണ്ടും പാൻട്രി കണ്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ, വർക്ക് കഴിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അടുത്ത ടീ ബ്രേക്കായി. അപ്പോൾ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചായ കുടിക്കുകയാണ്. ഞാൻ ചായ കുടിക്കാറില്ല, പക്ഷേ ഞങ്ങളുടെ പാൻട്രിയിൽ എപ്പോഴും എന്തെങ്കിലും ഫ്രൂട്ട്സോ ബ്രെഡും പീനട്ട് ബട്ടറും ബിസ്ക്കറ്റ്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഗ്രേപ്സ് ആണുള്ളത്. ഈ ടീ ബ്രേക്കിൻ്റെ സമയം ഞാൻ ആക്ച്വലി ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ടീ കുടിക്കാം അല്ലെങ്കിൽ വർക്കിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാം എന്നതിനേക്കാൾ ഉപരി നമ്മളെല്ലാവരും കൂടിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ. അതാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മാർക്കറ്റിംഗ് ടീമിലെ ഗേൾസാണ്. ഇവിടെ ഞങ്ങൾ ഗേൾസാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മാത്രം ഉണ്ടാകുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ. അങ്ങനെ ഇന്നത്തെ പടവട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീടെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ചെറിയ പരിപാടി ഉണ്ട് വൈകിട്ട്, അതുകൊണ്ട് ഞാൻ ഡ്രസ്സ് മാറുന്നില്ല. ഇന്ന് ഞങ്ങൾ മാർക്കറ്റിംഗ് ടീമിലെ ഗേൾസ് എല്ലാവരും കൂടിയിട്ട് ചെറുതായിട്ട് പുറത്തു പോകാനൊരു പ്ലാൻ ഉണ്ട്. കുറച്ച് സന്ധ്യയായിട്ടേ ഇറങ്ങുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് ആനന്ദിനെ ഇന്ന് കണ്ടിട്ട് പോവാന്ന്. കുറച്ചധികം കാലമായി ഞങ്ങൾ പുറത്തു പോകണം ഒരുമിച്ച് എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. ഗായ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോ ബാറിലാണ് ഞങ്ങൾ പോയത്. നല്ല ആംബിയൻസും നല്ല ഫുഡും നല്ല ഡ്രിങ്ക്സൊക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമായിരുന്നു. ഞാനെന്നാ അപ്പോൾ മുഖമൊക്കെ കഴുകി സ്കിൻ കെയർ ഒക്കെ ചെയ്ത് പോയി കിടന്നുറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. അത്രയേ ഉള്ളൂ. That was my day in a few minutes. Thank you for watching.